കഥ തുടങ്ങുന്നത് വലിയൊരു ബിസിനസ്മാൻ ആയ നമ്മുടെ കഥാനായകൻ യാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. യാങ് അവന്റെ ബിസിനസ് സംബന്ധമായ ഒരു യാത്രയിലായിരുന്നു. ആ സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുന്ന യാങ് വളരെ ടെൻഷനിൽ നേരെ ആ ഒരു പ്രോഗ്രാം എല്ലാം തന്നെ ക്യാൻസൽ ചെയ്ത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവിടെ എത്തുമ്പോഴേ ഒരു കുട്ടി ഇരുന്ന് കരയുന്നതാണ് യാങ് കാണുന്നത്. യാങ്ങിന് ആകെ ടെൻഷൻ ആവുന്നു. ഡോക്ടേഴ്സ് ആവട്ടെ അവരെ രണ്ടുപേരെയും രക്ഷിക്കാൻ നോക്കി, പക്ഷെ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ പേരൻസ് മരിച്ചതിനെ പറ്റി അവിടെ സംസാരിക്കുന്നു. ഈ കുട്ടിയെ നോക്കാനായി ഒരു ആയെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. പേരൻസിനെ പറ്റിയ ഒരു അപകട സമയത്ത് കുട്ടിയെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിൽ യാങ് ആയോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇതേ ടീമാണ് അതേ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ കഥാനായികയായ യുവിന്റെ വരവ്. യു വന്ന പാടെ അവിടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് അവിടെ തപ്പുന്ന സമയത്താണ് യാങ്ങിന്റെ അസിസ്റ്റന്റിനെ കാണുന്നത്. ആളിനോട് ഈ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് പുള്ളിക്കാരൻ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവിടേക്ക് ചെല്ലുന്ന യു അവിടെ മുന്നേ നമ്മൾ കണ്ട ആ കുട്ടി പയ്യനെ കാണുന്നുണ്ട്. അവന്റെ പേര് സി എന്നാണ്. സി യുവിനെ കണ്ടപാടെ ആന്റി എന്ന് വിളിച്ച് പൊട്ടിക്കരയുമ്പോൾ മോൻ പേടിക്കേണ്ട, അമ്മയ്ക്ക് അച്ഛനൊന്നും പറ്റത്തില്ല, അവര് മടങ്ങി വരും എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയാണ്. ഇത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ഞാൻ അവന്റെ അച്ഛനും അമ്മയും ഇനി വരാൻ പോകുന്നില്ല, രണ്ടുപേരും മരിച്ചു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന യു താൻ ആരാ, താൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അവർ മരിച്ചു എന്ന് വീണ്ടും യാങ് പറയുമ്പോൾ ഈ കുട്ടിയുടെ മുന്നിൽ വെച്ചാണോ അവന്റെ അച്ഛനും അമ്മയും മരിച്ചു ഇനി മടങ്ങി വരില്ല എന്ന് പറയുന്നതെന്ന് യു ദേഷ്യപ്പെടുമ്പോ പിന്നെ പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ. എന്നാലും അവനിതറിയും. നേരത്തെ അറിഞ്ഞാൽ അവന് അതുമായി പൊരുത്തപ്പെടാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മരണപ്പെട്ടത് എന്റെ ചേച്ചിയാണ്, ഇവന്റെ അമ്മ എന്റെ സഹോദരിയാണ്, ഞാനാണ് ഇവന്റെ കാര്യങ്ങൾ ഇനി നോക്കുന്നതെന്നെല്ലാം യാങ് പറയുമ്പോ ഇവന്റെ കസ്റ്റഡി അങ്ങനെ തനിക്ക് വിട്ടുതരാനുള്ളതല്ല. തന്നെ പോലെ അറഗന്റായി കൊച്ചുപിള്ളവരോട് പോലും എടുത്തെടുത്ത് സംസാരിക്കുന്ന ഒരാൾക്ക് എന്ത് ധൈര്യത്തിൽ ഈ കുഞ്ഞിനെ നോക്കാൻ തരും? ഞാൻ ഇവന്റെ ആന്റിയാ, ഇവന്റെ അച്ഛൻ എന്റെ ബ്രദറാണ്, ഞാൻ ഇവനെ നോക്കൂന്ന് പറഞ്ഞ് അവൾ അവനോട് തർക്കിക്കുന്നുണ്ട്. ഇവരുടെ സഹോദരനും സഹോദരിയും പരസ്പരം കല്യാണം കഴിച്ച് ഈ കുട്ടി ഉണ്ടായെങ്കിലും ഇവർ രണ്ടുപേരും ഇതിനു മുന്നേ അങ്ങനെ കണ്ടിട്ടില്ല. പരസ്പരം കേട്ടിട്ടുണ്ട് എന്നതല്ലാതെ രണ്ടുപേരും അങ്ങനെ കണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്നാണ് ആദ്യമായി കാണുന്നത്. അങ്ങനെ എന്തായാലും ഇവിടെ സിയുടെ കസ്റ്റഡിയെ പറ്റി യാങ്ങിനും യുവിനും ഇടയിൽ ഒരു തർക്കം നടക്കുമ്പോൾ എന്റെ ചേച്ചി ഓൾറെഡി വിൽപത്രമൊക്കെ എഴുതി വെച്ചിരുന്നു, ഇവന്റെ കസ്റ്റഡി എനിക്കാണെന്നും പറഞ്ഞ് യു തടയുന്നത് കൂട്ടാക്കാതെ യാങ് അവിടെ നിന്ന് പോകാനേ ഒരുങ്ങുമ്പോ സഹോദരി വിൽപത്രം എഴുതിയിരുന്നോ? എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു? സാധാരണ വിൽപത്രം എഴുതുന്നത് മരണം മുന്നിൽ കാണുന്നവരോ അല്ലെങ്കിൽ അതുപോലെ കുറച്ച് പ്രായമായി എന്തെങ്കിലുമൊക്കെ ആ ഒരു സാഹചര്യത്തിൽ എത്തുമ്പോഴൊക്കെ അല്ലേ. ഈ ചെറിയ പ്രായത്തിൽ എന്തിന് വിൽപത്രം എഴുതണം? എന്തിന് കുഞ്ഞിന്റെ കസ്റ്റഡി അവർ മരിച്ച ശേഷം നിങ്ങൾക്ക് വരണമെന്ന് എഴുതണം? അവരെന്താ മരണം മുന്നിൽ കണ്ടിരിക്കുകയായിരുന്നു? എന്താണ് യഥാർത്ഥത്തിൽ എന്റെ ചേട്ടനും വൈഫിനും സംഭവിച്ചതെന്നല്ല യു അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ യാങ് അതൊന്നും മൈൻഡ് ആക്കാതെ സിയുമായി അവിടെ നിന്ന് മടങ്ങുന്നു. പോകും വഴി തന്റെ അസിസ്റ്റന്റിനോട് യുവിനെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസും എനിക്ക് നീ എടുത്തു തരണം. എന്റെ ചേച്ചി മരിക്കുന്നതിന് മുന്നേ തയ്യാറാക്കിയ വിൽപത്രത്തില് എല്ലാ കാര്യങ്ങളുടെയും അവകാശം ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, യു ചേച്ചിയുടെ നാത്തൂൻ അവൾക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തിന് അങ്ങനെ ചേച്ചി ചെയ്തു എന്ന് എനിക്ക് അറിയണമെന്നായിരുന്നു യാങ് അവിടെ പറയുന്നത്. അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നത് വരെ ഉറക്കമായിരുന്ന കുഞ്ഞ് ഉണർന്നിരുന്നു. സി ഉണർന്ന പാടെ തന്നെ എനിക്ക് എന്റെ ആന്റിയെ കാണണം, ആന്റി ഇല്ലാതെ ഞാൻ ഇവിടെ നിൽക്കില്ല, എനിക്ക് ആന്റിയെ കാണണമെന്ന് പറഞ്ഞു ഭയങ്കര ബഹളം. ഒരു രീതിയിലും യാങ്ങിനോ അസിസ്റ്റന്റിനോ സിയുടെ കരച്ചിൽ നിർത്താനായി സാധിക്കുന്നില്ല. അങ്ങനെ അവിടെ ഭയങ്കരമായ കോലാഹലം നടക്കുന്ന സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഡോറ് തുറന്ന് നോക്കുമ്പോ യുവിനെ കണ്ട പാടെ ഇവളെന്താ ഇവിടെ എന്ന മട്ടില് യാങ്ങും അസിസ്റ്റന്റും ഞെട്ടുമ്പോഴേക്കും നമ്മുടെ സി ഉണ്ടല്ലോ ആന്റി എന്ന് പറഞ്ഞ് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് അവന്റെ കരച്ചിലൊക്കെ നിർത്തി. അത്രയും നേരം എനിക്ക് എന്റെ ആന്റിയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന അവൻ ഇപ്പൊ ആന്റിയെ കണ്ട പാടെ ആന്റി പോവല്ലേ, എന്നെ വിട്ടിട്ട് പോവല്ലേ എന്ന് പറഞ്ഞാണ് പിന്നീട് കരയുന്നത്. അങ്ങനെ സിയെ ഇവിടെ നിന്ന് കൊണ്ടുപോവാണെന്ന് യു പറയുമ്പോ കൊണ്ടുപോകാനായി അനുവദിക്കില്ല എന്ന് യാങ് പറയുന്നുണ്ട്. തുടർന്ന് അവർക്കിടയിൽ തർക്കമാവുന്നു. ഒരു വിൽപത്രത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, എനിക്കിത് കാണണമെന്ന് പറഞ്ഞു യു ആശു പിടിക്കുമ്പോൾ നിന്നെ ഞാനത് കാണിച്ചത് തന്നെയെന്ന് യാങ്ങും തർക്കിക്കുന്നു. അങ്ങനെ ഇവർക്കിടയിൽ വഴക്ക് നടക്കുമ്പോൾ അതിൽ അസിസ്റ്റന്റ് ഇടപെടുന്നുണ്ട്. സമയം അർദ്ധരാത്രി 2 മണിയായി. ഇങ്ങനെ ഇപ്പൊ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നാളെ നേരം വിളിക്കട്ടെ, ഇന്ന് യു ഇവിടെ നിൽക്കട്ടെ. യു ഇല്ലാണ്ട് ഉറങ്ങില്ല എന്നല്ലേ സി വാശി പിടിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് തൽക്കാലം പ്രശ്നം സോൾവ് ആകാനായി യുവിനെ ഇവിടെ നിർത്താം. അതാകുമ്പോ സിയുടെ സങ്കടവും മാറും, യുവിന് സിയുടെ കൂടെ നിൽക്കുകയും ചെയ്യാം, യാങ്ങിനും സിയെ കൂടെ നിർത്താം. നാളെ നേരം വിളിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ രണ്ടുപേർക്കും അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ സിയെ ഉറക്കാനായി യു കൊണ്ടുപോകുന്നു. ആന്റി എന്നെ വിട്ടിട്ട് പോലെന്നെല്ലാം അവൻ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു. ഇതേ ടീം മരണപ്പെട്ട് തന്റെ സഹോദരിയുടെ ഫോട്ടോയുടെ മുന്നിൽ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുകയാണ് യാങ്. ചേച്ചിയുടെ കല്യാണത്തിനോ അവന് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല, ജോലി തിരക്കുകളും മറ്റും മൂലം. ഒപ്പം തന്നെ ചേച്ചി പ്രഗ്നന്റ് ആയപ്പോഴും കുഞ്ഞിൻ ജനിച്ച ആ ഒരു മൊമെന്റ് കാണാനായൊക്കെ അവനെ വിളിച്ചിരുന്നെങ്കിലും അപ്പോഴും അവൻ ചെന്നിരുന്നില്ല. ആ സമയത്ത് ചേച്ചി പരിഭവത്തില് എടാ ഞാൻ മരിക്കുമ്പോഴെങ്കിലും നീ എന്നെ കാണാൻ വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഇതിപ്പോ ഓർക്കുന്ന അവന് ഭയങ്കരമായി സങ്കടം വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അന്ന് ഉറക്കം വരാതെ ഇരുന്ന് പിയാനോ വായിക്കുന്ന യാങ് അല്പം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അവൻ ഈ പിയാനോ വായിച്ച ആ ഒരു സൗണ്ട് കേട്ട് അങ്ങോട്ടേക്ക് യു വന്ന് അവനെ കുറച്ചു നേരം നോക്കിയിരിക്കുകയും പിന്നീട് അവൾ ആ സോഫയിൽ അറിയാതെ കിടന്നുറങ്ങി പോവുകയും ചെയ്തത് കണ്ടവളെ പുതപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ സി വന്നുണർത്തുമ്പോഴാണ് സോഫയിൽ കിടന്ന് ഉറങ്ങിയിരുന്ന യു ഉണരുന്നത്. അപ്പോഴേക്കും യുവിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തനിക്ക് കളക്ട് ചെയ്ത് തരണമെന്ന് യാങ് അറിയിച്ചതിനെ തുടർന്ന് അസിസ്റ്റന്റ് ആ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അത് നോക്കുമ്പോൾ ഇവൾ യഥാർത്ഥത്തിൽ യാങ്ങിന്റെ
അളിയന്റെ സിസ്റ്റർ തന്നെയാണ് എന്ന് അവന് ബോധ്യമാവുന്നുണ്ട്. അവളെ പറ്റി സംശയിക്കുന്ന രീതിയിൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടുമില്ല. പക്ഷെ അവൻ എന്തോ അവളിൽ വലിയൊരു ഡൗട്ട് ഉണ്ട്. കാരണം എന്തിനാ തന്റെ ചേച്ചി അവളിൽ എല്ലാ അധികാരങ്ങളും എഴുതി വെച്ചു? ഇവൾ യഥാർത്ഥത്തിൽ തന്റെ ചേച്ചിയും അളിയനെയും അപായപ്പെടുത്തി സ്വത്ത് തട്ടിയെടുക്കാനും കുഞ്ഞിന്റെ കസ്റ്റഡി തട്ടിയെടുക്കാനും നോക്കുന്ന ഒരാളാണോ എന്നെല്ലാമാണ് അവന് ഡൗട്ട് ആയത്. സിയെ കൊടുത്തുവിടില്ലാന്ന് യാങ് വാശി പിടിക്കുന്നത് കൊണ്ടും സി തന്റെ കൂടെ വേണമെന്ന് യുവിന് നിർബന്ധമുള്ളത് കൊണ്ടും തൽക്കാലം ഒരു തീരുമാനം ആവുന്നത് വരെ യാങ്ങിന്റെ ആ വീട്ടിൽ തന്നെ സിയുടെ കൂടെ യു നിൽക്കാണ്. യാങ് ആകട്ടെ അന്ന് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ യു വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അവളിൽ ഇവന് വലിയ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അവൾ എന്താണ് അവിടെ ചെയ്യുന്നതെന്നല്ല അവൻ ഇങ്ങനെ വാച്ച് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്താണ് സിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന അവൾക്ക് പെട്ടെന്ന് ആ വിൽപത്രത്തിന്റെ കാര്യം ഓർമ്മ വന്നത്. യാങ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ വീട്ടിൽ തന്നെ ആ വിൽപത്രം കാണും, അതൊന്നും എടുത്ത് നോക്കാന്ന് കരുതി അവൾ അത് അന്വേഷിക്കാനായി തുടങ്ങുന്നു. ഇവൾ കൊച്ചിനെ നോക്കാനെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നിട്ട് എന്തിപ്പോ ഇവിടെ കാണിക്കുന്നതെന്ന് ഇവളി കാണിക്കുന്നത് കണ്ട് CCTV-യിലൂടെ അവനാകെ ഡൗട്ട് ആവുന്നു. അവളാകട്ടെ റൂമിന്റെ അവിടെ ഒക്കെ പരിശോധിക്കാണ്. ഒരു റൂമിന്റെ അവിടെ മാത്രം ഭയങ്കരമായ ലോക്കൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. ഇങ്ങനത്തെ ലോക്കൊക്കെ പൊതുവെ മെയിൻ ഡോറിലൊക്കെയാണ് വെക്കുന്നത്. വീട്ടിനകത്തുള്ള മുറികളിലൊന്നും ഇങ്ങനത്തെ ലോക്ക് പൊതുവെ ആരും വെക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തോ വലിയ രഹസ്യം ഈ മുറിക്കകത്തുണ്ടെന്ന് ഡൗട്ട് ആകുന്ന അവൾ ഫിംഗർ പ്രിന്റ് ട്രേസ് ചെയ്യാനായി പൗഡർ ഒക്കെ ഇട്ട് നോക്കുന്നുണ്ട്. പാസ്പോർട്ട് അടിക്കുമ്പോൾ ഏതിലൊക്കെയാണ് പതിഞ്ഞതെന്ന് അറിയാനേ. പക്ഷെ അവൾക്ക് ഒന്നും അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. ആ സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട്. വേഗം തന്നെ അവൾ അതൊക്കെ തുടച്ചു കളഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ഒരു ഡെലിവറി ബോയ് ആണ്. യാങ്ങിന് വന്ന എന്തോ ഒരു കൊറിയർ ആണ്. അത് അവളോട് സൈൻ ചെയ്ത് വാങ്ങാനായി ഡെലിവറി ബോയ് ആവശ്യപ്പെടുമ്പോൾ അവൾ വാങ്ങാൻ മടിക്കുന്നുണ്ട്. എനിക്കുള്ളതല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് ഡെലിവറി ബോയ് നിർബന്ധിക്കുമ്പോൾ അവൾ അത് സൈൻ ചെയ്ത് വാങ്ങുന്നു. അത് കയ്യിൽ കിട്ടുന്ന അവൾക്ക് എന്തായാലും ഇവിടുത്തെ പരിശോധന കഴിഞ്ഞു. റൂമിനകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും വേറെ എവിടെയും ആ ഒരു വിൽപത്രം കാണാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷെ ഇനി അവന്റെ ഓഫീസിലായിരിക്കോ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എങ്കിൽ അങ്ങോട്ടൊന്ന് പോയി പരിശോധിക്കാന്ന് പറഞ്ഞവൾ അത് കൊടുക്കാൻ എന്ന വ്യാജേന അവന്റെ ഓഫീസിന്റെ അവിടേക്ക് ചെല്ലുന്നു. അവിടെ അവൻ ഇല്ലാത്ത നേരം നോക്കി അവൾ അത് അവിടെ കൊണ്ടുവച്ച് അവിടെ പരിശോധനയ്ക്കായി ഒരുങ്ങുന്ന സമയത്താണ് അവിടേക്ക് അവൻ വരുന്നത്. അവനെ കണ്ടപാടെ ഡൗട്ട് ഒന്നും തോന്നാതിരിക്കാനായി അവൾ അവിടെ അങ്ങനെ കുനിഞ്ഞ് ഷൂലേസ് കെട്ടുന്ന കണക്കിരിക്കാണ്. എന്താ നീ ഇവിടെയെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇത് തരാൻ വന്നതാണെന്നും പറഞ്ഞു അവൾ ആ കൊറിയർ കൊടുത്ത് അവിടെ തന്നെ പരിശോധനയ്ക്ക് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമെന്ന് അറിയാനായി ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നില്ലേ ഇനി പൊക്കോളാനായി അവൻ അവളോട് പറയുന്നു. അവളാകട്ടെ പോവാതെ ഇപ്പൊ കിട്ടിയ കൊറിയർ അവൻ അവിടെ ഒരു ഡ്രോയ്ക്ക് അകത്ത് വെക്കാനായി നോക്കുന്നത് കണ്ട് അതിനകത്ത് പരിശോധിക്കാനായി പതിയെ തല എത്തി നോക്കുമ്പോഴേക്കും അവനും അവളും വളരെ ക്ലോസ് ആയി ഇങ്ങനെ മുഖം കൊണ്ടുവരുന്നുണ്ട്. നീ എന്തേ കാണിക്കുന്നത്, എന്തിനാ ഇപ്പൊ ഇങ്ങനെ നോക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോ ഇല്ല തലയിൽ ഒരു പൊടി അത് തട്ടിക്കളയാൻ വന്നതാണെന്ന് അവള് പറയുന്ന ടീം. നീ പൊക്കൂടെ, നീ എന്റെ വീട്ടിൽ നിൽക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല, വേഗം എന്റെ ഓഫീസിൽ നിന്ന് വീട്ടിൽ നോക്കി പോകുന്ന അവൻ പറയുന്ന ടീം. അങ്ങനെ പോകാൻ പറ്റുമോ, എനിക്ക് സീയുടെ കാര്യങ്ങൾ നോക്കണ്ടേ, അവനല്ലാണ്ട് ഞാൻ എങ്ങനെ പോവാന്ന് അവൾ ചോദിക്കുമ്പോ ഓ സീയുടെ കാര്യം നോക്കാനായിട്ടാണോ നീ എന്റെ വീട്ടിൽ നിൽക്കുന്നത്, എന്നിട്ട് എനിക്ക് ഇങ്ങനെ തോന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ വീടിന്റെ അകത്തെല്ലാം പരിശോധന നടത്തിയതിന്റെ തെളിവ് അവൻ CCTV ഫുട്ടേജ് കാണിക്കുമ്പോൾ ഈ സമയത്താണ് ഒരു സിയെ നോക്കാനായി ഒരു ആയെ ഏൽപ്പിച്ചിരുന്നല്ലോ പുള്ളിക്കാരി സി കുരുത്തക്കേട് കാണിച്ചു എന്ന് പറഞ്ഞ് അവനെ അടിച്ചിരിക്കുന്നു. അതാണ് വിഷയം. രണ്ടുപേർക്കും നല്ല കളിപ്പാകുന്നുണ്ട്. എന്നാലും ആ ജോലിക്കാരിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഇതേ ടീം സിക്ക് ഒരു പ്രശ്നം എന്ന് കണ്ടപ്പോ യുവും യാങ്ങും അവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്ന് ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. രണ്ടുപേർക്കും അത് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുവിനോട് ഇപ്പൊ ഉടനെ നീ പോകണ്ട, സി ഒന്ന് ഓക്കെ ആവട്ടെ, അതുവരെ നീ ഇവിടെ നിന്നോളാനായി യാങ് പറയുന്നു. എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളല്ലേ, എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മനസ്സ് മാറാൻ കാരണം എന്താണെന്ന് അവൾ അത് കേട്ട് ചോദിക്കുമ്പോൾ എനിക്ക് സിയെ ഉള്ളൂ, അവനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ തൽക്കാലം ഒന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാന്ന് യാങ് വളരെ ഇമോഷണലായി പറയുമ്പോൾ സിയെ യാങ്ങിന് എത്രത്തോളം ഇഷ്ടമാണ്, അവൻ എന്ത് കാര്യമാണെന്നത് അവിടെ യുവിന് വ്യക്തമാവുന്നുണ്ട്. അങ്ങനെ ഇവർ മൂന്നുപേരും ഒന്നിച്ച് സ്റ്റേ ആരംഭിക്കുന്നു. ആ ഒരു സമയത്ത് നല്ല ഇടിയും മഴയൊക്കെ വിട്ടുമ്പോൾ അത് കണ്ട് വളരെ പാനിക്കായി പേടിച്ചിരിക്കുന്ന യാങ്ങിനെ യു കാണുന്നുണ്ട്. അവൾ എന്ത് പറ്റിയെന്ന് ചോദിച്ച് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ ദേഷ്യത്തിൽ ഓടിച്ചു വിടാണ്. അങ്ങനെ പിന്നീട് അന്ന് രാത്രി ഉറക്കമുണ്ടായിരുന്ന അവനാകട്ടെ ഉറക്കത്തിൽ നടക്കുന്ന സിയെ കാണുന്നു. അവനെ ഒരുവിധം പിടിച്ച് റൂമിൽ കൊണ്ട് കിടത്താനായി പോകുമ്പോൾ സിയെ ഉറക്കി അവിടെ ഇരുന്ന് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്ന യുവിനെയും കാണുന്നുണ്ട്. സിയെ ബെഡിൽ കിടത്തിയ ശേഷം യുവിനെയും നേരെ ബെഡിൽ കിടത്താന്ന് കരുതി അവളെ എടുക്കാനായി അവൻ വരുമ്പോഴേക്കും അവൾ പതി അവന്റെ അടുത്തേക്ക് ചേരിഞ്ഞ് ഇങ്ങനെ ക്ലോസ് ആയി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ആകെ നെഞ്ചെടുപ്പ് കൂടുന്ന അവൻ അവളെ അവിടെ തന്നെ എഴുത്തി എഴുന്നേറ്റ് പോകുന്നു. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്നു വരുന്ന യു ആട്ടെ ബെഡിൽ സി ഇല്ലാത്തത് കണ്ട് ടെൻഷനായി ഹാളിൽ വന്ന് നോക്കുമ്പോൾ ഹാളില് സോഫയില് സിയുടെ കാലി പിടിച്ച് ഉറക്കമൊന്നും ഇല്ലാതെ ഭയങ്കര ക്ഷീണിച്ച മുഖമായി ഇരിക്കുന്ന യാങ്ങിനെയാണ് കാണുന്നത്. എന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോ ഒന്നുമില്ല ആന്റി, എന്ത് പറ്റാണെന്നല്ല സി പറയുന്നുണ്ടെങ്കിലും പിന്നീട് യാങ് വഴി സിക്ക് ഉറക്കത്തിൽ നടക്കുന്ന പ്രശ്നമുണ്ടെന്നും അവനിങ്ങനെ ഉറക്കത്തിൽ നടക്കുന്നത് കണ്ട് അവനെ പിടിച്ചു നിർത്താനായി താൻ ഇന്നലെ ഉറങ്ങതേ ഇല്ലെന്നും പറയുന്ന യാങ് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിന് അവനെ ഡോക്ടറെ കൊണ്ടേ കാണിക്കണം, നീ വേണം പോകാനെന്നല്ല യാങ് പറയുമ്പോ യു അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ ഇതിന്റെ ഇടയിൽ സി ആവട്ടെ യാങ്ങിനെ അങ്കിൾ എന്നോ ഒന്നും അല്ല വിളിക്കുന്നത്. ഇടയ്ക്ക് അവൻ കരടി കരടി എന്നാണ് അവനെ ഒരു ഇരട്ടപ്പേര് കണക്ക് വിളിക്കുന്നത്. അത് യാങ് കേൾക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞല്ല പോട്ടെന്ന് വെച്ച് വലിയ കാര്യമാക്കുന്നില്ല. അങ്ങനെ സിയെ കാണിക്കാനായി യാങ് അപ്പോയിന്റ്മെന്റ് എടുത്ത ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അത് കുഞ്ഞിന് സ്ട്രെസ് കൂടുതലായതുകൊണ്ട് മനസ്സിൽ എന്തെങ്കിലും വിഷമോ ഒക്കെ തട്ടിയിരിക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ്, അല്ല വേറെ ഒന്നും അല്ല എന്നുള്ള രീതിയിലായിരുന്നു ഡോക്ടർ പറയുന്നത്. അപ്പൊ കുഞ്ഞിനൊന്ന് കൂളാക്കാനായി ചെറിയ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ഡോക്ടർ പറയുന്നു. ഇതേ ടീം തന്നെ യാങ് ഭയങ്കര പാനിക്കായി കാണിക്കുന്നത് യു കണ്ടിരുന്നത് കൊണ്ട് അവന്റെ കാര്യത്തെ പറ്റി ഒന്ന് ഡോക്ടറോട് ചോദിക്കാന്ന് വിചാരിക്കുമ്പോഴാണ് ഓൾറെഡി യാങ് അവനുള്ള ചില പ്രശ്നങ്ങൾക്ക് ഈ ഡോക്ടറിന്റെ കീഴിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നു എന്ന കാര്യം യുവിന് മനസ്സിലാവുന്നത്. എന്താണ് യാങ്ങിന്റെ പ്രശ്നമെന്ന്
ചോദിച്ചറിയാനായി നോക്കുമ്പോൾ ഡോക്ടർ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ പറയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അന്ന് വീട്ടിലെത്തുന്ന അവന് നന്നായിട്ട് വട്ട് ഇറക്കുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കാനായി ചില സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരാനായി അവനെ സൂപ്പർ മാർക്കറ്റിലേക്ക് വിടുന്നു. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് അവനെ വിളിച്ച് അതല്ല വാങ്ങേണ്ട ഇതാണെന്നൊക്കെ പറഞ്ഞ് അവനെ ശരിക്കിട്ട് വട്ട് ഇറക്കുന്നു. അവൻ തിരിച്ച് അതൊക്കെ വാങ്ങി വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇവള് ഫുഡ് ഉണ്ടാക്കി സീയുടെ കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. ഫുഡ് ഉണ്ടാക്കാനൊന്നും ഇല്ലാന്ന് പറഞ്ഞ് എന്നെ ഷോപ്പിലേക്ക് വിട്ടത് ഇതിനാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അപ്പോഴും അവൾ നന്നായിട്ട് ഈ റാഗി എന്ന കണക്കിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഒരു മാസം അങ്ങനെ പിന്നീട് ഡോക്ടർ പറഞ്ഞുകൊണ്ട് തന്നെ സീയുടെ സ്ട്രെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായി അവനെ കൊണ്ട് ഒരു ഔട്ടിങ്ങിന് പോകാനായി തീരുമാനിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്കാണ് തെരഞ്ഞെടുക്കുന്നത്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ വരുന്നുണ്ടോ എന്ന് യാങ്ങിനോട് ചോദിക്കുമ്പോൾ യാങ്ങിന് അതിനോട് ആദ്യം വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അവനും കൂടെ പോകുന്നുണ്ട്. ഭയങ്കര കർക്കശക്കാരനായ യാങ്ങിന് സീക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ പക്ഷെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് യാങ്ങിന് കൂടുതലായി അടുത്തറിയാനായി സീക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ അങ്കിളിനോടുള്ള ഇഷ്ടക്കേടൊക്കെ പതിയെ മാറുന്നുണ്ട്. റൈഡിൽ കയറുന്നത് യുവും സിയും ഒക്കെ ആണെങ്കിലും യാങ് റൈഡിൽ കയറുന്നില്ലെങ്കിലും അവനെ കണ്ട് ഇവര് റൈഡിൽ കയറുന്നത് കണ്ട് അവൻ കയറി കണക്ക് പേടിച്ച് വരച്ചൊക്കെ ഇരിക്കുകയാണ്. അത് കണ്ട് സി നല്ലവണ്ണം കളിയാക്കുന്നൊക്കെ ഉണ്ട്. ഈ സമയത്ത് സിക്ക് യാങ്ങിനെ ഇഷ്ടാവെന്നും പറഞ്ഞ് അവൾ ഒരു ഗിഫ്റ്റ് യാങ്ങിന് നൽകുന്ന ഒരു ക്യാപ്പ് ആയിരുന്നു, രസകരമായ ക്യാപ്പ്. അത് വെച്ച് കഴിയുമ്പോൾ കാണാൻ കൊള്ളാം, നന്നായിട്ടുണ്ട് അങ്കിളിനെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് സി ഭയങ്കര കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാങ്ങും ഹാപ്പി ആവുന്നു. പക്ഷെ അടുത്ത നിമിഷം സിക്ക് ഒരു തലകറക്കം വരാണ്. അവനങ്ങനെ താഴെ വീഴുമ്പോഴേക്കും വേഗം അവനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പേടിക്കാനായിട്ടൊന്നുമില്ല, പീനട്ട് അലർജി ഉണ്ട്. അവൻ ഇപ്പൊ കഴിച്ച ഫുഡിൽ പീനട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് അവന് വയ്യാഴിക വന്നതാന്ന് മനസ്സിലാവുന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും സിക്ക് ഇപ്പൊ വയ്യാഴിക വരാൻ താനാണോ കാരണമെന്ന് ആകെ ടെൻഷൻ ആകുമ്പോ നീ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല, പിന്നെന്തിനാ ഇങ്ങനെ ഓരോന്നോർത്ത് സങ്കടപ്പെടുന്നതെന്ന് യാങ് അവളോട് ചോദിക്കുമ്പോൾ ഇവൻ ഭയങ്കര കെയറിംഗ് ആയി സംസാരിക്കുന്നല്ലോ എന്ന് അവളും ശ്രദ്ധിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയം അസിസ്റ്റന്റ് യുവിന്റെ ചേട്ടൻ യാങ്ങിന്റെ ചേച്ചിയുടെ അക്കൗണ്ടിൽ നിന്ന് വലിയ തുകയൊക്കെ വിഡ്രോ ചെയ്ത ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് കാണിക്കുമ്പോൾ എന്തിനായിരിക്കും അങ്ങനെ വിഡ്രോ ചെയ്തിട്ടുണ്ടാവുക, പൈസയ്ക്ക് വേണ്ടി എന്റെ ചേച്ചിയെ അപായപ്പെടുത്തിയതാണോ എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി സി വരുമ്പോഴേക്കും അവൻ അച്ഛന്റെ അമ്മയുടെയും കൂടെ താമസിച്ചിരുന്ന സമയം അവൻ ഉപയോഗിച്ചിരുന്ന പാവയും കാര്യങ്ങളൊക്കെ ഇവിടെ അവനൊരു സർപ്രൈസ് ആയി യാങ് കൊണ്ടുവന്നിരുന്നു. അതൊക്കെ കണ്ട് അവൻ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഇത് ടീം അതിലൊരു പാവ സിയുടെ പേരൻസ് യുവിന്റെ ബർത്ത്ഡേക്ക് അവൾക്ക് ഗിഫ്റ്റ് ചെയ്താണ്. അത് കണ്ട് അവൾ ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുമ്പോഴേക്കും ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്ന ശേഷം അവളോട് അവളുടെ ചേട്ടൻ തന്റെ ചേച്ചിയുടെ അക്കൗണ്ടിൽ നിന്ന് വലിയ തുകയൊക്കെ വിഡ്രോ ചെയ്ത ഒരു കാര്യത്തെ പറ്റി സംസാരിക്കണമെന്ന് അവൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും ഇവളിങ്ങനെ അപ്സെറ്റ് ആയിരിക്കുമ്പോൾ ഒന്നും ചോദിക്കാനായി തോന്നുന്നില്ല. അങ്ങനെ എന്തായാലും കിൻഡർ ഗാർഡനിൽ പഠിച്ചുകൊണ്ടിരുന്ന സിയെ വീണ്ടും ക്ലാസ്സിന് വിടാനായി യാങ് തീരുമാനിക്കുന്നു. യുവിന് ആദ്യം അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം സി പൂർണ്ണമായും ഇപ്പൊ ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങാനായി അവന്റെ അച്ഛന്റെയും അമ്മയുടെ മരണശേഷം ഓക്കെ ആയിട്ടില്ല എന്ന് അവൾക്കറിയാം. പക്ഷെ യാങ് അവൻ ഇങ്ങനെ ഇരുന്ന് കളയാനുള്ളതാണോ അവന്റെ ജീവിതം? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണ്ടേ? അവനിപ്പോ ക്ലാസ്സിന് പോകേണ്ട ടൈമാണ്, അവൻ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയാൽ തന്നെ അവന് നോക്കിയാവെന്ന് പറഞ്ഞു അങ്ങനെ ക്ലാസ്സിന് വിടാൻ നോക്കുമ്പോൾ ശരി ഒരു ദിവസം നമുക്ക് വിട്ടു നോക്കാം, അവൻ ഓക്കെ ആവുന്നില്ലെങ്കിൽ പിന്നെ വിടാൻ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടിയാണ് അടുത്ത ദിവസം സിയെ ക്ലാസ്സിന് വിടാനായി പോകുന്നത്. പക്ഷെ അവൻ പോകാൻ ഒരു രീതിയിലും കൂട്ടാക്കാതെ നിൽക്കുന്നു. അതിന് കാരണം അന്ന് അവനെ ക്ലാസ്സിനാക്കിയിട്ട് മടങ്ങി പോയ അച്ഛനും അമ്മയാണ് ആക്സിഡന്റിൽ അവന് നഷ്ടമായത്. അവൻ ആ ട്രോമ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവനെ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് നിന്നെ ഈവനിങ് ഞങ്ങൾ രണ്ടുപേരും പിക്ക് ചെയ്യാനായിട്ട് വരാന്നൊക്കെ പറഞ്ഞ് അവനെ ഓക്കെ ആക്കി അവരവിടെ നിന്ന് അന്ന് പോകുന്നുണ്ട്. അങ്ങനെ സി ക്ലാസ്സിന് പോയ ശേഷം വീട്ടിൽ വളരെ അപ്സെറ്റ് ആയി അവനെ ഭയങ്കരമായി മിസ് ചെയ്ത് യു ഇരിക്കുകയാണ്. അവളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കുന്ന യാങ് ആകട്ടെ അവളോട് നീ ഉണ്ടാക്കിയ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്, നിനക്കൊരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തൂടെ, അതാവുമ്പോൾ നീ എൻഗേജ്ഡ് ആവും, സിയെ നീ മിസ് ചെയ്യില്ല, നിനക്ക് വേണേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാന്നില്ല. ഇങ്ങനെ അവൻ പറയുമ്പോൾ അവൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വരുന്നു. അവൾ വേഗം തന്നെ സിയെ ആക്കിയിരിക്കുന്ന കിൻഡർ ഗാർഡന്റെ അവിടേക്ക് പോയി ഒരു ജോലി തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവൾക്ക് സാലറി ഒന്നും വേണ്ട, മറിച്ച് സി ഇവിടെ ക്ലാസ്സിന് ഇരിക്കുന്ന ടീം അവനെ മിസ്സാവാതെ അവൾക്കും അവന്റെ അടുത്തുണ്ടെങ്കിൽ അവനെ നല്ലവണ്ണം നോക്കാവല്ലോ എന്ന ആ ഒരു ചിന്തയിലാണ് അവൾ അത് പറയുന്നത്. പക്ഷേ അവിടെ അവൾക്ക് ജോലി കൊടുക്കാനായി അവർ തയ്യാറാവുന്നില്ല. അവളാകട്ടെ അവിടെ ഈ ജോലിയുടെ കാര്യങ്ങൾ സംസാരിക്കാനായി വന്ന സമയത്ത് കൂടെ പഠിക്കുന്ന കുട്ടികളെ സിയെ ബുള്ളി ചെയ്യുന്ന കാഴ്ച കണ്ട് അവരെയൊക്കെ ഓടിച്ചു വിടുമ്പോൾ അവന് അച്ഛനും അമ്മയും ഇല്ല എന്ന കാര്യം പറഞ്ഞാണ് അവരൊക്കെ ബുള്ളി ചെയ്യുന്നതെന്ന് യുവിന് മനസ്സിലാവുമ്പോൾ അവൾ ഭയങ്കര അപ്സെറ്റ് ആവുന്നുണ്ട്. നിനക്ക് ആരും ഇല്ലാണ്ടില്ല, നിനക്ക് ഞാനുണ്ടെന്നും പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന സമയത്താണ് ഇവിടെ അവൾ ജോലി റിക്വസ്റ്റ് ചെയ്തിട്ടും അത് അവൾക്ക് കൊടുക്കാതിരുന്നത്. യാങ് അവൾക്ക് ഇവിടെ ഒരു ജോലിയും കൊടുക്കരുതെന്ന് അവൾ ഇവിടെ ജോലി നോക്കാനായി വന്ന കാര്യം അറിഞ്ഞ് ഓൾറെഡി ഇവിടെ ഇൻഫോം ചെയ്തു എന്നത് അവൾക്ക് മനസ്സിലാവുന്നത്. അവൾക്ക് ഭയങ്കര കലിപ്പാവുന്നു. കാര്യങ്ങൾ കൂട്ടി വായിക്കുന്ന അവൾക്ക് അവളുടെ അടുത്ത് നിന്ന് സിയെ അകറ്റാനായിട്ടാണ് യാങ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ഭയങ്കര കലിപ്പിൽ അവൾ വീട്ടിലേക്ക് ചെന്ന് അവനോട് ഷൗട്ട് ചെയ്യുന്നു. എന്റെ അടുത്ത് നിന്ന് ഇവനെ തട്ടിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സിയെയും കൂട്ടി പോകാനായി യു ശ്രമിക്കുമ്പോൾ യാങ് അവളെ തടയുകയും കുറച്ച് ഡോക്യുമെന്റ്സ് അവളെ കാണിക്കുകയും ചെയ്യുന്നു. നീയും നിന്റെ ചേട്ടനും കാശിനു വേണ്ടി നടക്കുന്നവരാ, കണ്ടോ എന്റെ ചേച്ചിയെ ടോർച്ചർ ചെയ്ത് നിന്റെ ചേട്ടൻ അയാളുടെ ബിസിനസ് തകരാൻ തുടങ്ങിയപ്പോൾ കുറെ കാശ് ചേച്ചിയുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അയാളുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെയാണ് എന്റെ ചേച്ചി മരിച്ചത്. എന്തായാലും എന്റെ ചേച്ചിയെ കൊല്ലാനായിട്ട് ഉണ്ടാക്കിയ ആക്സിഡന്റിൽ അയാൾ മരിച്ചത് നന്നായി. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെയാണ് നടന്നതെന്ന് മനസ്സിലാവുന്നുണ്ടെന്നെല്ലാം അവൻ പറയുമ്പോൾ ഇങ്ങനെ കുറച്ച് പേപ്പേഴ്സ് കാണിച്ചു എന്നും പറഞ്ഞ് എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് പറയാനേ സാധിക്കില്ല. കുറച്ച് കാശ് വിഡ്രോ ചെയ്തു എന്നും പറഞ്ഞ് ഒരിക്കലും എന്റെ ചേട്ടന്റെ വൈഫിനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെന്നോ ചേട്ടൻ ഒരു ദുഷ്ടനാണെന്നോ പറയാനേ കഴിയില്ല എന്നല്ല അവൾ ഇങ്ങനെ പറയുമ്പോൾ അവളെ മോശമായി തന്നെയായിരുന്നു അവിടെ അവൻ സംസാരിക്കുന്നത്. അത് കേട്ട് അവൾ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. കൂടാതെ അവളെ പോലെ ഒരുത്തി സിയുടെ കാര്യങ്ങൾ നോക്കുന്നത് അവന് വളരെ അപകടമാകുമെന്ന് പറയുന്ന യാങ് എത്രയും പെട്ടെന്ന് യുവിനോട് അവിടെ നിന്ന് പോകണം
പോകണമെന്ന് തന്നെ ആവശ്യപ്പെടുന്നു. അങ്ങനെ സിയുടെ മുന്നിൽ വെച്ച് തന്നെ യുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. സി കരഞ്ഞ് ബഹളം വെക്കുമെന്നും ആദ്യം യാങ് അത് കാര്യമാക്കുന്നില്ലെങ്കിലും പുറത്ത് നല്ല ഇടിയും മഴയും വെട്ടാനായി തുടങ്ങുമ്പോൾ അവന് പെട്ടെന്ന് ടെൻഷൻ ആവുന്നു. ഇതൊക്കെ അവന് പേടിയാണെങ്കിലും അവൻ പുറത്തേക്ക് ഓടിച്ചെന്ന് ഈ മഴയത്ത് അവൾ എന്ത് ചെയ്യും, ഈ രാത്രി അവൾ എന്ത് ചെയ്യുന്ന ടെൻഷനായി അവളെ അന്വേഷിച്ച് ഒടുക്കം കണ്ടെത്തുമ്പോൾ അവൾ ഒരു രീതിയിൽ ഇവന്റെ കൂടെ ചെല്ലാനായി കൂട്ടാക്കുന്നില്ല. അവൾ ആകെ അപ്സെറ്റായി റോഡിൽ അങ്ങനെ ഇരിക്കായിരുന്നു. പക്ഷെ ഇവൻ വന്ന് വിളിക്കുമ്പോൾ പോവാൻ അവൾ തയ്യാറാവുന്നില്ലെങ്കിലും അവൻ ബലമായി അവളെ കൊണ്ടുപോകാനായി നോക്കുന്നു. അതിനായി അവളെ അവൻ പെട്ടെന്ന് കിസ്സൊക്കെ ചെയ്യുന്നു. അവൾ തള്ളിക്കളയാൻ നോക്കുന്നുണ്ടെങ്കിലും ഒടുക്കം സിയുടെ കാര്യം ഓർത്ത് അവന്റെ കൂടെ തന്നെ വീട്ടിലേക്ക് വരാണ്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ എന്റെ ആന്റിയെ കാണാനായി അങ്ങനെ അനുവദിക്കില്ല, ആന്റിയെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് സി വലിയൊരു പയ്യൻ കണക്ക് അവിടെ നിൽക്കുമ്പോൾ നിന്റെ ആന്റിയെ സത്യത്തിൽ ഒന്നും ചെയ്യണമെന്ന് എനിക്ക് ഒരു ഉദ്ദേശമില്ല, അവളെ ഉപദ്രവിക്കണമെന്നും എനിക്കില്ല, ഞാനും അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെയാണ് നോക്കുന്നതെന്നായിരുന്നു യാങ് സിയോട് പറയുന്നത്. അങ്ങനെ സിയെ ഉറക്കി കഴിഞ്ഞ് യു ഇരിക്കുമ്പോൾ നല്ല ഇടിയും മഴയും അപ്പോഴും വെട്ടുന്നുണ്ട്. യാങ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണെന്ന് മനസ്സിലാക്കുന്നവൾ അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ അവളോട് റോഡിൽ വെച്ച് അവളോട് അങ്ങനെ പെരുമാറിയതിന് സോറി പറയാണ്. പെട്ടെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വരാനായി അവൾ ബഹളം വെക്കുന്നത് നിർത്താനായി അവന് വേറെ വഴി ഉണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുമ്പോൾ അത് സാരില്ല എന്ന് പറയുന്നവൾ എന്താ അവന് ഇടിയും മഴയൊക്കെ ഇത്രയും പേടിയെന്നായിരുന്നു അവനോട് ചോദിക്കുന്നത്. ഇതുപോലെ നല്ല ഇടിയും മിന്നലുമുള്ള ഒരു ദിവസമാണ് എനിക്ക് വീട്ടിൽ നടന്ന ഒരു ഗ്യാസ് പൊട്ടിത്തെറിയിൽ എന്റെ അമ്മയെ നഷ്ടപ്പെട്ടത്. രക്ഷപ്പെടുത്താൻ വന്നവര് കുട്ടിയായിരുന്ന എന്നെ രക്ഷപ്പെടുത്തി ഒടുക്ക എന്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ എന്റെ അമ്മയുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്റെ അമ്മ രക്ഷപ്പെട്ടായിരുന്നു. എനിക്ക് ആ ഒരു അപകടത്തിൽ അമ്മയെ നഷ്ടപ്പെട്ട ശേഷം ഈ ഇടിയും മഴയൊക്കെ ഭയങ്കര ട്രോമയാണെന്ന് അവൻ പറയുന്ന ടീം അവൾ പറയുന്നുണ്ട്. ഒരിക്കലും അവൻ പറയുന്ന കണക്ക് അവളുടെ ചേട്ടൻ ഒരു മോശക്കാരനല്ലെന്നും ഒരിക്കലും ചേച്ചിയെ ചേട്ടൻ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലെന്നും ഇതിന് പിന്നില് മറ്റു ബിസിനസ് പരമായ എന്തൊക്കെയോ ചതികളാണ് നടന്നിരിക്കുന്നത്. ഒരിക്കലും ഇത്രയും വലിയ തുകയൊക്കെ തന്റെ ചേട്ടൻ അങ്ങനെ വിഡ്രോ ചെയ്യേണ്ട കാര്യമില്ല, ചേട്ടന്റെ ബിസിനസ് ഒരിക്കലും നഷ്ടത്തിലായിരുന്നില്ല പൊക്കൊണ്ടിരുന്നതെന്ന് അവൾ പറയുന്നു. കൂടാതെ ഇതിന് പിന്നിലെ സത്യാവസ്ഥ ഇപ്പൊ കണ്ടെത്തേണ്ടത് അവളുടെ ചേട്ടന്റെ നിരപരാധിത്വം തെളിയിക്കാനായി അവളുടെയും ആവശ്യമാണെന്ന് പറഞ്ഞ് അവൾ അടുത്ത ദിവസം തൊട്ട് ആ കാര്യങ്ങൾ അന്വേഷിക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ ആ ഒരു സമയത്താണ് യാങ്ങിന്റെ അസിസ്റ്റന്റ് യുവിനെ ചില ഡോക്യുമെന്റ്സ് കാണിക്കുന്നത്. കാർ ആക്സിഡന്റിലാണല്ലോ ഇവരുടെ സഹോദരങ്ങൾ മരണപ്പെട്ടത്, യാങ്ങിന്റെയും യുവിന്റെയും. അങ്ങനെ അന്ന് നടന്ന ആക്സിഡന്റിൽ അവർ സഞ്ചരിച്ചിരുന്നത് യാങ്ങിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന കാറിലായിരുന്നു. താൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് തന്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയാതെ അമ്മ മരണപ്പെട്ടതെന്ന് ഇപ്പോഴും കുറ്റബോധവും ട്രോമയുമായി നടക്കുന്ന യാങ് അവന്റെ കാറിൽ സഞ്ചരിക്കവെയാണ് അവന്റെ ചേച്ചിയും ഹസ്ബൻഡും മരിച്ചതെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആകെ അപ്സെറ്റ് ആവും. അതുകൊണ്ട് ഈ കാര്യം ഇപ്പൊ അവനോട് പറയണ്ട, ഇത് ഞാൻ അറിഞ്ഞിട്ട് മനഃപൂർവ്വം യാങ്ങിൽ നിന്ന് മറച്ചു വെച്ചിരുന്നായിരുന്നു എന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ യു അത് മനസ്സിലാക്കുന്നു. ഇതൊരു പ്ലാൻഡ് ആക്സിഡന്റ് ആയിരുന്നോ, ആരെങ്കിലും യാങ്ങിനെ കൊല്ലാൻ നോക്കി അതിൽ തന്റെ ചേട്ടനും വൈഫും പെട്ടതാണോ എന്നല്ല യാങ്ങിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണിതെന്ന് കേൾക്കുമ്പോൾ അവൾക്ക് ഡൗട്ട് ആവുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ തന്നിൽ നിന്ന് യു മറക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന യാങ് അതെന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അവന്റെ കാർ റൈഡ് ചെയ്യുന്ന സമയത്താണ് ചേച്ചിക്കും ഹസ്ബൻഡിനും ആക്സിഡന്റ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അവൻ ഭയങ്കരമായി പാനിക് ആവുന്നു. അവന്റെ അമ്മ മരണപ്പെട്ടതും അവൻ കാരണമാണ്, അവന്റെ ചേച്ചിയും ഹസ്ബൻഡും മരണപ്പെട്ടതും അവൻ കാരണമാണെന്ന് തോന്നുന്നവൻ ഇനി അവന്റെ കൂടെ നിന്നാൽ സിക്കും യുവിനും എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് കരുതി അവരോട് ഭയങ്കരമായി അവനെ വിട്ടുപോകാനൊക്കെ പറഞ്ഞു ബഹളം വെക്കുന്നു. കൂടാതെ അവൻ വളരെ പാനിക്കായി എപ്പോഴും അവൻ പേടി വരുമ്പോൾ ചുരുണ്ടുകൂടി ഇരിക്കാറുള്ള ഒരു ബോക്സ് ഉണ്ട്, അതിനകത്ത് കയറി ഇരിക്കുമ്പോൾ അവൻ ഈ അവസ്ഥയിൽ ഇനി തനിക്ക് അപകടം വരും എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒറ്റയ്ക്കാക്കി പോകാനേ അവൾ തയ്യാറല്ല. അവൾ അവന്റെ അടുത്ത് ചെന്ന് എന്തിനു ഞാൻ കൂടെ കാണുമെന്ന് പറഞ്ഞ് അവനെ കിസ് ചെയ്യാണ്. അപ്പോഴേക്കും ഇവർക്കിടയിൽ ഒരു നല്ല ബോണ്ടിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യം അവള് ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കി അവൻ പിന്നീട് റോഡിലേക്ക് ചെന്ന് അവളെ കിസ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പോ അവൻ അങ്ങനെ പാനിക് ആവുമ്പോൾ അവൾ തിരിച്ച് അതേ രീതിയിൽ അവനെ സമീപിക്കുന്നു. അങ്ങനെ നമ്മൾ മൂന്നുപേരും ഹാപ്പിയായി ജീവിക്കും, നമുക്ക് ഒന്നും പറ്റില്ല, നമ്മൾ ഒരിക്കലും സെപ്പറേറ്റഡ് ആവില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ സീയുടെ കൂടെ ഹാപ്പിയായി മുന്നോട്ട് പോകാനായി തന്നെ ഉറപ്പിക്കുന്നു. തന്റെ മനസ്സിൽ ആ ഒരു ട്രോമയും കാര്യങ്ങളും മാറ്റാനായി അപ്പോഴേക്കും തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന യാങ് അവൻ പേടിച്ചിരിക്കാനുള്ള ആ ഒരു ബോക്സ് മാറ്റാനായി അസിസ്റ്റന്റിനോട് പറയുന്നു. യാങ്ങിനെ ഈ അസിസ്റ്റന്റ് വളരെ പണ്ട് തൊട്ടേ അറിയാവുന്ന ഒരാളാണ്. അപ്പൊ മുതലേ ഈ ഒരു ബോക്സ് എപ്പോഴും മനസ്സിന്റെ ആ ഒരു പേടിയും കാര്യങ്ങളും കാരണം യാങ് കൊണ്ടു നടക്കാറുള്ളതാണ്. അവൻ ഇപ്പൊ അത് മാറ്റുന്നത് നല്ലൊരു മാറ്റമായി അസിസ്റ്റന്റിനും മനസ്സിലാവുന്നു. നീ ചാവുമ്പോഴും ഇതിനകത്തിട്ട് കൊണ്ടുപോണ്ടി വരുമെന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു, എന്തായാലും ഇപ്പൊ അത് മാറിയല്ലോ, നല്ല കാര്യമെന്ന് അസിസ്റ്റന്റ് അവനെ കളിയാക്കുന്നു. അങ്ങനെ പിന്നീട് ആ ഒരു കാറിന് ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് ആക്സിഡന്റിന് കാരണമായതെന്ന് മനസ്സിലാവുന്നു. ആ ഒരു ബ്രേക്ക് ആരോ മനഃപൂർവ്വം മാറ്റിയതാണെന്നും യു കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അത് ആരാണ് എന്താണ് എന്ന് ആ ഒരു രീതിക്ക് അന്വേഷിക്കണം. ഒപ്പം തന്നെ യാങ്ങിന്റെ അങ്കിൾ സ്വത്തിന് ഭയങ്കര മോഹം ഇട്ട് നടക്കുന്ന ഒരാളാണ്. അയാള് ഇപ്പോ സീയുടെ അച്ഛനും അമ്മയും മരിച്ച ശേഷം അവർ നടത്തിയിരുന്ന കമ്പനിയും കാര്യങ്ങളും കൈക്കലാക്കാനായി നോക്കിയതിനെ പറ്റി യു സംസാരിക്കുമ്പോൾ എന്റെ അച്ഛനും അമ്മയും മരിച്ച് ഞാനും ചേച്ചിയും ഒറ്റപ്പെട്ട ആ ഒരു സമയത്തും ഇയാൾ സ്വത്തൊക്കെ അടിച്ചു മാറ്റാനായി പരമാവധി നോക്കിയിരുന്നു. അന്ന് ഞാനും എന്റെ ചേച്ചിയും കുട്ടികളായിരുന്നു. പക്ഷെ എന്റെ ചേച്ചി അന്ന് സ്ട്രോങ് ആയി നിന്നതുകൊണ്ട് മാത്രമാണ് അങ്കിളുടെ കാര്യങ്ങളൊന്നും അന്ന് നടക്കാതെ പോയത്. നീ പറഞ്ഞ കണക്ക് ആ അങ്കിളിനെയും ഡൗട്ട് അടിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തന്നെ യാങ്ങും പറയുന്നു. അങ്ങനെ ആക്സിഡന്റിൽ പെട്ട ആ കാറിന് ബ്രേക്ക് ഇല്ലല്ലോ, ആ ബ്രേക്ക് ആരോ മനഃപൂർവ്വം എടുത്തു മാറ്റിയത് കാറ് ആക്സിഡന്റിന് മുന്നേ ഒരു വർക്ക്ഷോപ്പിലേക്ക് നന്നാക്കാനായി കൊണ്ടുപോയിരുന്നു. അവിടെ വെച്ചായിരിക്കാം എന്ന നിഗമനത്തിൽ ആ മെക്കാനിക്കിനെ കാണാനായി യുവും യാങ്ങും പോകുന്നു. ഇതേ സമയം അവരെ കാണുന്ന മെക്കാനിക്ക് വളരെ പാനിക്കായി അവിടെ നിന്ന് രക്ഷപ്പെടാനായി നോക്കുമ്പോൾ തന്നെ മാസ്ക് ധരിച്ച ഒരാൾ അവിടെ എത്തി ആ മെക്കാനിക്കിനെ കൊലപ്പെടുത്തുന്നു. അത് തടയാനായി നോക്കുന്ന യാങ്ങിനും കുത്തേൽക്കുന്നുണ്ട്. യു ആകെ പാനിക് ആവുമ്പോഴേക്കും അവിടെ ഇത്രയും അതിക്രമം കാണിച്ച് അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. യു വേഗം തന്നെ യാങ്ങിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. അവൾക്ക് ആ മാസ്ക് ഇട്ട ആളെ പിടിക്കാനൊന്നും അപ്പൊ തോന്നിയില്ല. എത്രയും പെട്ടെന്ന് യാങ്ങിനെ സേഫ് ആക്കണം എന്നേ അവളപ്പോ കരുതിയുള്ളൂ. അങ്ങനെ എന്തായാലും യാങ്ങിന് കുഴപ്പമൊന്നും ഇല്ലാതെ രക്ഷപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ പിന്നിൽ എന്തോ വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെ യാങ്ങിന് മനസ്സിലാവുന്നു. അന്ന് സിക്ക് പീനട്ട് ബട്ടർ അലർജി ആയിട്ട് പീനട്ട് ചേർത്ത്
ചേർക്കരുതെന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിട്ടും ആ ഒരു ഫുഡിൽ ആര് പീനട്ട് ചേർത്തു. അന്ന് സി അപായപ്പെടുത്താൻ ആരോ നോക്കിയതാണോ? പിന്നീട് ഇടയ്ക്ക് യുവിന് നേരെ ഒരു അറ്റാക്ക് നടന്നിരുന്നു. അന്നും യുവിന് മനഃപൂർവ്വം ആരോ അവർ തന്റെ കൂടെ ഉള്ളതുകൊണ്ട് അപായപ്പെടുത്താനായി നോക്കിയതാണോ? എന്നിങ്ങനെ ഈ നടന്ന കാര്യങ്ങളെല്ലാം യാങ് കണക്ട് ചെയ്യാനായി നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേടിയാവുന്നവൻ ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിക്കും മുന്നേ എന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന് ഉറപ്പിച്ച് അസിസ്റ്റന്റിനെ ഒരു കാര്യം ഏൽപ്പിക്കുന്നു. എന്തായാലും അന്ന് രാത്രി ഹോസ്പിറ്റലിൽ യാങ് ഉള്ള സമയം അവിടെ അവനെ കാണാനായി ഒരു ബൊക്കെ ഒക്കെ ഒരാൾ എത്തുന്നു. മറ്റാരുമല്ല, യാങ്ങിന്റെ ഒരു പരിചയക്കാരനായ ഫ്രാങ്ക് ആണ്. ഫ്രാങ്ക് പക്ഷെ വന്നപാടെ പരിക്കേറ്റ് ആ ഒരു കാര്യം അറിഞ്ഞ് യാങ്ങിനെ ആഹ്ലാദയോടുകൂടി കാണാൻ വന്ന ഒരു രീതിയിൽ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ആരാ ഇത്, നിന്റെ സിസ്റ്റർ ആണോ എന്നല്ല അവിടെ നിൽക്കുന്ന യുവിനെ കണ്ട് ചോദിക്കുകയും ഓ അടുത്ത നിമിഷം തന്നെ നിന്റെ സിസ്റ്റർ മരിച്ചല്ലേ, ഓ ഗേൾ ഫ്രണ്ട് ആയിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി സംസാരിക്കുമ്പോൾ ഇവന്റെ സംസാരം അവിടെ ഉണ്ടായിരുന്ന യാങ്ങിനോ യുവിനോ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഫ്രാങ്ക് പോയ ശേഷം ആരിതെന്നെല്ലാം യു ചോദിക്കുമ്പോൾ ഇത് എന്റെ ഒരു പരിചയക്കാരനാ, ഇവൻ ഭയങ്കര ഇല്ലീഗലായ പല പരിപാടികളും ചെയ്യുമായിരുന്നു, അതിന്റെ ഒക്കെ പേരില് കുറച്ച് നാൾ അകത്തായിരുന്നു. ആ സമയത്ത് എന്റെ ഹെൽപ്പ് ചോദിച്ചപ്പോൾ ഞാൻ അവനെ ഹെൽപ്പ് ഒന്നും ചെയ്തില്ല, തെറ്റ് ചെയ്തിട്ട് അവന് ശിക്ഷ അനുഭവിക്കണ്ടേ, എന്നാലും എന്തിനായിരിക്കും ഇവൻ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടാവാം, ഇവന്റെ ഉദ്ദേശം നല്ലതായിട്ട് എനിക്ക് തോന്നില്ല എന്നല്ല ഒരുമാതിരി യാങ് സംസാരിക്കുമ്പോൾ അങ്ങനൊന്നും ചിന്തിക്കേണ്ട, ഒരു കുഴപ്പമില്ല എന്നല്ല യു അവനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് യാങ് ഡിസ്ചാർജ് ആവുന്നുണ്ട്. അതേസമയം തന്നെ യുവിന്റെ ചേട്ടന്റെ ആർട്ട് ഗാലറിയിൽ തീപിടുത്തുണ്ടായി എന്ന കാര്യം അറിഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പക്ഷെ അപ്പോഴേക്കും എല്ലാം തീ കത്തി നശിച്ചു എന്ന കാര്യമാണ് അവർ അറിയുന്നത്. ചേട്ടന് വളരെ പ്രിയപ്പെട്ട ഒന്നായിരുന്നു ഈ ആർട്ട് ഗാലറി. ചേട്ടൻ മരിച്ച ശേഷവും അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് അവളുടെ ആഗ്രഹമായിരുന്നെങ്കിലും ഇപ്പൊ അവിടെ ഇങ്ങനെ സംഭവിച്ചത് അവളെ ഭയങ്കരമായി സങ്കടപ്പെടുത്തുന്നുണ്ട്. അവളങ്ങനെ ഭയങ്കര സങ്കടത്തിലാവുമ്പോഴേക്കും അവൻ അവളെ cheer ചെയ്യാനായി അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായി കൂട്ടിക്കൊണ്ടു പോകുന്നു. അവനത് പറയുമ്പോഴാണ് ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണെന്ന കാര്യം അവൾ പോലും ഓർക്കുന്നത്. നിനക്ക് ഇങ്ങനെ എന്റെ ബർത്ത്ഡേ മനസ്സിലായിന്ന് അവൾ യാങ്ങിനോട് ചോദിക്കുമ്പോൾ സി ആണ് പറഞ്ഞു തന്നതെന്ന് അവൻ എല്ലാ ക്രെഡിറ്റും സിക്ക് നൽകുന്നു. അങ്ങനെ 3 പേരും കൂടി ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഗിഫ്റ്റും യാങ് കരുതിയിരുന്നു. ഒരു ബർത്ത്ഡേക്ക് മരണപ്പെട്ട ചേട്ടൻ അവൾക്ക് ഗിഫ്റ്റ് ചെയ്ത ആ ഒരു ടോയ് ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് വലിയ സൈസ് ആയിരുന്നു ഇപ്പൊ അവൻ ഗിഫ്റ്റ് ചെയ്യുന്നത്. അവൾ അത് കണ്ട് വളരെ ഇമോഷണൽ ആവുന്നു. അത് കണ്ടു ഉടനെ സി അങ്കിള് ഗിഫ്റ്റ് കൊടുക്കുന്നത് ആന്റിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ, ഇതെന്താ ആന്റിക്ക് അറിയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോനെ, ആന്റിക്ക് സങ്കടമൊന്നുമില്ല, ആന്റി സന്തോഷത്തിലാണെന്ന് പറഞ്ഞ് അവൾ ചിരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇരിക്കുന്ന സമയത്താണ് ഇവര് വീട്ടിലില്ലാത്ത സമയത്ത് ആരോ ഇവിടെ എത്തി ഒരു ബോക്സ് ഇവർക്ക് വേണ്ടി തന്നെ അവിടെ വെച്ചിട്ട് പോയെന്ന കാര്യം യാങ് കണ്ടെത്തുന്നത്. യാങ്ങിന്റെ മൊബൈലിലേക്ക് വന്ന ഒരു മെസ്സേജും ആ മെസ്സേജിന് റിപ്ലൈ അയക്കുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ സൗണ്ട് മുകൾ നിലയിൽ നിന്ന് വരുന്നത് കണ്ട് അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴായിരുന്നു ആ ബോക്സ് അവിടെ കാണുന്നത്. ആരാണ് ഇത് ഇവിടെ വെച്ചത്, എന്താണ് ഇതിനകത്ത് എന്നൊന്നും അവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും വളരെ പാനിക് ആവുന്നുണ്ട്. അങ്ങനെ ഒരുവിധം എന്തായാലും എന്താണെന്ന് അറിയണ്ടെന്ന് തീരുമാനിച്ചുറപ്പിച്ച് അത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു ഫോണും ഒരു പെൻ ഡ്രൈവും കിട്ടുന്നു. അങ്ങനെ അതിലുള്ള വീഡിയോ പരിശോധിക്കുമ്പോൾ ഇപ്പൊ തീ കത്തി നശിച്ച ആർട്ട് ഗാലറിയിലെ അവിടെ വെച്ച് യാങ്ങിന്റെ ചേച്ചിയെ യുവിന്റെ ചേട്ടൻ ബോധം കെട്ട അവസ്ഥയിൽ അങ്ങോട്ട് വലിച്ചടിച്ച് കൊണ്ടുപോകുന്ന കണക്കാണുള്ളത്. അത് കണ്ടപാടെ അവൾ ഭയങ്കരമായി സങ്കടപ്പെടുകയാണ്. അവളുടെ ചേട്ടൻ കാരണമാണ് അവന്റെ ചേച്ചി മരിച്ചതെന്ന് അവൻ പലപ്പോഴും കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോഴും ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച അവൾ ഇപ്പൊ ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ ഭയങ്കരമായി ചേട്ടൻ കാരണമാണോ ചേച്ചി മരിച്ചതെന്ന് ഭയങ്കരമായി സങ്കടപ്പെടുമ്പോൾ ഇതൊന്നും കണ്ട് നീ പാനിക് ആവണ്ട, ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായി എന്ത് ചെയ്യാമെന്ന് യാങ് പ്ലാൻ ചെയ്യുന്ന സമയത്താണ് അസിസ്റ്റന്റ് നല്ല ടൈർഡ് അല്ലേ കോഫി കുടിക്കുന്നു പറഞ്ഞ് കോഫി കൊടുക്കുന്നത്. അത് കുടിച്ച പാടെ മയങ്ങിപ്പോകുന്ന യാങ് ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂറുകൾക്ക് ശേഷമാണ് പിന്നീട് ഉണർന്ന പാടെ അവൻ യുവിനെ കാണാനായി പുറപ്പെട്ടു പോകുന്നു. പക്ഷെ വീട്ടിലെത്തുമ്പോൾ അവിടെ അവളില്ല. കൂടാതെ സിയും ബാത്ടബില് ഭയങ്കര പേടിച്ച് വിറങ്ങലിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആന്റിയെ തട്ടിക്കൊണ്ടു പോയിന്ന് അവൻ പറയുന്നു. കാര്യങ്ങൾ വ്യക്തമായി ചോദിക്കുമ്പോൾ വീട്ടിലേക്ക് കടന്നു വന്ന മാസ്ക് ഇട്ട ഒരാൾ ആന്റിയെ ഉപദ്രവിക്കാനായി നോക്കി. ആന്റി അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ എന്നെയും അയാൾ അപായപ്പെടുത്താതിരിക്കാനായി ഈ ബാത്ടബില് ഒളിച്ചിരിക്കാനായി എന്നോട് പറയുകയും എന്റെ വാച്ച് എടുത്തുകൊണ്ട് ആന്റി മറ്റൊരു വഴി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അയാൾ ആന്റി പിടിച്ചോണ്ട് പോവുകയുമായിരുന്നു. ഞാനിവിടെ ആന്റി പറഞ്ഞത് കേട്ട് പേടിച്ചിരിക്കുകയാണ്, ആന്റി അവർ വല്ലതും ചെയ്യുമെന്നൊക്കെ ചോദിച്ച് കുഞ്ഞു കറിയുമ്പോൾ ആരോ യുവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന യാങ് യു ആ വാച്ച് കൊണ്ടുപോയത് അതിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അവളെ കണ്ടുപിടിക്കാനാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വാച്ചിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് യു ഉള്ള സ്ഥലത്തേക്ക് കറക്റ്റായി യാങ് എത്തുന്നു. പക്ഷെ അവിടെ എത്തുമ്പോൾ കെട്ടിയിട്ട നിലയിൽ യുവിനെ യാങ് കാണുന്നുണ്ട്. ഒപ്പം മറ്റൊരു ഷോക്കിംഗ് ആയ കാര്യവും യാങ് അവിടെ കാണുന്നു. അത് ഇതിനെല്ലാം പിന്നിൽ അവന്റെ അസിസ്റ്റന്റ് ആണ് എന്ന ഒരു കാര്യമായിരുന്നു. കുട്ടിക്കാലം മുതലേ തന്റെ സുഹൃത്തായി കൂടെ ഉണ്ടായിരുന്ന ഇവൻ എന്തിനിങ്ങനെ ചെയ്തു എന്ന് യാങ് മനസ്സിലാവാതെ ചോദിക്കുമ്പോഴാണ് നിന്റെ അച്ഛൻ കാരണം എന്റെ അച്ഛൻ മരിച്ചതെന്ന് ആ അസിസ്റ്റന്റ് പറയുന്നത്. യാങ്ങിനൊന്നും മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാൽ യാങ്ങിന് അവന്റെ പേരൻസിനെ നഷ്ടമായ ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടല്ലോ, ആ സമയത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ അവിടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ അസിസ്റ്റന്റിന്റെ അച്ഛൻ മരണപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞാൽ യാങ്ങിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ഫാമിലി അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഈ അസിസ്റ്റന്റിന്റെ അച്ഛനെ മനഃപൂർവ്വം അല്ലെങ്കിലും കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് അസിസ്റ്റന്റിന്റെ അച്ഛൻ അവനോട് ഫോണിൽ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഫോൺ താഴെ വീണെങ്കിലും കോള് കട്ടാവുന്നതിനെ തുടർന്ന് അവിടെ നടന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ അവൻ കേട്ടിരുന്നു. അങ്ങനെ കുട്ടിക്കാലം മുതലേ യാങ്ങിന്റെ അച്ഛൻ ചെയ്ത ആ പ്രവൃത്തിയുടെ
പ്രതികാരത്തിന്റെ പേരിൽ യാങ്ങിനോടും അവന്റെ കുടുംബത്തില് ബാക്കി ജീവനോടുള്ള എല്ലാവരോടും ഈ പ്രതികാരം മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു അസിസ്റ്റന്റ്. അന്ന് എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു, നിനക്ക് നിന്റെ പേരൻസിനെ നഷ്ടപ്പെട്ടു. ആ സമയത്ത് നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരായപ്പോ എനിക്കൊരു ആശ്വാസം വന്നിരുന്നു. പക്ഷെ നിന്റെ ചേച്ചി കല്യാണം കഴിച്ച് ഹാപ്പിയായി ജീവിക്കുമ്പോ നീയും അച്ഛനെ അമ്മയും നഷ്ടപ്പെട്ട ആ സങ്കടത്തിൽ നിന്ന് കുറച്ചൊക്കെ റിക്കവർ ആയി തോന്നിയപ്പോ ആ സന്തോഷം ഇല്ലാണ്ടാക്കാനായിട്ട് ഞാൻ നിന്റെ ചേട്ടനെയും ചേച്ചിയെയും കൊന്നത്. അപ്പൊ നീ വീണ്ടും സങ്കടത്തിലായി. പക്ഷെ വീണ്ടും സിയെയും ഇവളെയും കിട്ടിയപ്പോ നീ വീണ്ടും ഒരു ഹാപ്പി ലൈഫിലേക്ക് കടന്നു വരുന്നതെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ സിയെ കൊല്ലാനായി അവന് അലർജിയുള്ള പീനട്ട് ബട്ടർ അവന്റെ ഫുഡിൽ നൽകിയത്. ഒപ്പം ഇവളെയും അറ്റാക്ക് ചെയ്യാനായി നോക്കിയത്. ഇടയ്ക്ക് നിന്റെ മാസ്ക് ധരിച്ച ഒരാൾ നീ ആ ബ്രേക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന കാര്യങ്ങൾ അറിയാനായി മെക്കാനിക്കിനെ കാണാൻ പോയപ്പോ ഉപദ്രവിച്ചില്ലേ, അതും ഈ ഞാൻ തന്നെ ആയിരുന്നു. അങ്ങനെ മനസ്സിൽ ഭയങ്കരമായ വൈരാഗ്യത്തോടു കൂടി ഒരു തെറ്റും ചെയ്യാത്ത യാങ്ങിനോട്, ഇവനെ ഒരു സഹോദരനെ പോലെ നല്ലൊരു സുഹൃത്തായും ഒക്കെ കൂടെ കൊണ്ടു നടന്ന യാങ്ങിനോട് വർഷങ്ങളായി മനസ്സിലുണ്ടായിരുന്ന വൈരാഗ്യവും അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ അസിസ്റ്റന്റ് വിളിച്ചു പോകുമ്പോൾ യാങ് ഭയങ്കരമായി ഷോക്കാവുന്നുണ്ട്. എന്തായാലും അവന് യുവിനെ രക്ഷപ്പെടുത്തിയേ സാധിക്കൂ, സിയെ നന്നായി നോക്കിയേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റുമായി ഏറ്റുമുട്ടുന്നു. അങ്ങനെ അസിസ്റ്റന്റിനെ അടിച്ചിട്ട് അവൻ അവിടെ നിന്ന് യുവുമായി പോകുമ്പോൾ അസിസ്റ്റന്റ് ഇനിയിപ്പോ അവന് നോർമലായ ഒരു ലൈഫ് കിട്ടില്ല. അവൻ ചെയ്ത തെറ്റൊക്കെ ഇവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഇനി ഇവരുടെ മുന്നിൽ പോകാനും അവന് കഴിയില്ല, നോർമലായി അല്ലാതെ ജീവിക്കാനും കഴിയില്ല എന്ന് ഉറപ്പിച്ച് അവൻ അവിടെ അവന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടുത്തി യുവിനെ കൊണ്ടുപോയെങ്കിലും അവൾ തീരെ ഓക്കെ ആയിരുന്നില്ല. മെന്റലിയും ഫിസിക്കലിയും വളരെ വീക്കായി അവൾ കുറെ നാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. കുറച്ചുനാൾ അവൾ കോമ സ്റ്റേറ്റിലുമായിരുന്നു. അന്നെല്ലാം അവളെ വളരെ കെയറോട് കൂടി അടുത്തിരുന്ന് യാങ് ആണ് നോക്കിയത്. അങ്ങനെ അവൾ റിക്കവറായി ലൈഫിലേക്ക് മടങ്ങി എത്തുമ്പോഴാണ് അവൻ ഹാപ്പി ആവുന്നത്. അപ്പോഴും ലൈഫ് ഹാപ്പിയായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും തന്റെ വളരെ അടുത്ത ഒരാളെ ഇത്രയും വർഷങ്ങൾ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് യാങ് വീണ്ടും അവന്റെ മനസ്സിൽ പാനിക് ആവുമ്പോഴേക്കും യു ആണ് അവന് എല്ലാവിധ സപ്പോർട്ടും നൽകി കൂടെ നിന്ന് അവനെ ഓക്കെ ആക്കി എടുക്കുന്നത്. അങ്ങനെ ഒന്നിച്ചു പൊക്കൊണ്ടിരുന്ന ഇവരുടെ ആ ഒരു ലൈഫിൽ അവൾക്കൊരു സർപ്രൈസ് നൽകാനായി അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. ആ പ്രപ്പോസൽ അവൾ അക്സെപ്റ്റ് ചെയ്യുന്നു. സിയുടെ നഷ്ടപ്പെട്ട അമ്മയുടെയും അച്ഛന്റെയും സ്ഥാനത്ത് അവന്റെ കൂടെ നിന്ന് ഒന്നിച്ച് ജീവിക്കാനായി തന്നെ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിലും ബിസിനസ്സിലും അവർ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നിടത്ത് ഈ ഒരു കഥയും ഇവിടെ അവസാനിക്കുന്നു. പലപ്പോഴും ലൈഫിൽ ഇതുപോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളുടെ കയ്യിൽ നിന്നായിരിക്കും നമ്മൾ ഒട്ടും വിചാരിക്കാത്ത പല കാരണങ്ങളുടെയും പേരിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ആ സമയത്തൊക്കെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.